PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന PSC പരീക്ഷകൾക്കെല്ലാം തന്നെ ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. വരുന്ന LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ആയിക്കോട്ടെ, LSGS ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷയും ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗം എന്ന് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പെന്നും തയ്യാറാക്കി വെച്ചോളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രം വെറുതെ ചോദ്യം ഉത്തരം പറഞ്ഞു പോവുകയല്ല. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പാകത്തിന് റിലേറ്റഡ് പോയിന്റ്സും കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ലൈവ് ക്ലാസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ മുൻവർഷ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് എല്ലാം കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. നമ്മൾ കാരണം ടെലിഗ്രാം വഴി പോൾസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ്, അതുപോലെ PDF എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. എത്രാമതാണ്? 54ാമത് ചലച്ചിത്രമേളയാണ്. IFFI ആണ്, ഗോവയിലാണ് കേട്ടോ. എവിടെയാണ് നടക്കുന്നത്? IFFI ഗോവയിലാണ് നടന്നത്. 54ാമത് IFFI ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന 54ാമത് IFFIയിൽ സുവർണ മയൂരം നേടിയ ചിത്രം ഏത്? സുവർണ മയൂരം നേടിയ ചിത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ്ലെസ് ബോർഡേഴ്സ്. എന്താണ് ചിത്രത്തിൻ്റെ പേര്? എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ചിത്രമാണ് സുവർണ മയൂരം നേടിയ ചിത്രം. അപ്പോൾ ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് അബ്ബാസ് അമിനിയാണ് കേട്ടോ. അബ്ബാസ് അമിനി സംവിധാനം ചെയ്ത എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് സുവർണ മയൂരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആര് എന്ന് ചോദിച്ചാൽ 54ാമത് IFFIയിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫാൻ കോമാൻ ഡെറവ്. ആരാണ്? സ്റ്റെഫാൻ കോമാൻ ഡെറവ്. സ്റ്റെഫാൻ കോമാൻ ഡെറവ് ആണ് മികച്ച സംവിധായകൻ. ചിത്രം ഏതാണ്? ബൾഗേറിയൻ ചിത്രമായിട്ടുള്ള ബ്ലാഗാസ് ലെസൻസ് എന്ന് പറയുന്ന മൂവിയുടെ സംവിധായകനായ സ്റ്റെഫാൻ കോമാൻ ഡെറവ് ആണ് മികച്ച സംവിധായകൻ. ഇനി മികച്ച നടൻ ആരാണ്? IFFIയിൽ 54ാമത് IFFIയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൗറിയ റഹിമി സാം ആണ് കേട്ടോ. പൗറിയ റഹിമി സാം ആണ് മികച്ച നടൻ. ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സുവർണ മയൂരം നേടിയിട്ടുള്ള ചിത്രമില്ലേ, എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് പൗറിയ റഹിമി സാമിന് മികച്ച നടനുള്ള IFFI പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടി ആര് എന്ന് ചോദിച്ചാൽ മെലാനി തിയറി ആണ് കേട്ടോ. മെലാനി തിയറി ആണ് മികച്ച നടി. ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് മെലാനി തിയറിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് സംവിധാനം ചെയ്തത് ആരാണ്? അബ്ബാസ് അമിനിയാണ്. അതൊരു ഇറാനിയൻ ചിത്രമാണ് കേട്ടോ. എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഇറാനിയൻ ചിത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബ്ലാഗാസ് ലെസൻസ് എന്ന് പറയുന്നത് ബൾഗേറിയൻ ചിത്രമാണ്. ഇനി പാർട്ടി ഓഫ് ഫൂൾസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് മൂവിയാണ് എന്നതും ഓർത്തിരിക്കുക.
ഓക്കെ, ഇനി കന്നഡ ചിത്രമായിട്ടുള്ള കാന്താരയിലെ അഭിനയത്തിന് ആർക്കാണ്? നടൻ ഋഷഭ് ഷെട്ടി. നടൻ ഋഷഭ് ഷെട്ടിക്ക് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാന്താര എന്ന് പറയുന്ന കന്നഡ മൂവിയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ OTTയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരം അത് ലഭിച്ചത് പഞ്ചായത്ത് സീസൺ 2 എന്ന് പറയുന്ന വെബ് സീരീസിനാണ് കേട്ടോ. പഞ്ചായത്ത് സീസൺ 2വിനാണ് OTTയിലെ മികച്ച വെബ് സീരീസിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം തിരഞ്ഞെടുത്ത അധ്യക്ഷൻ ആരാണ്? ജൂറിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശേഖർ കപൂർ ആണ്. ശേഖർ കപൂർ ആണ് IFFIയുടെ അധ്യക്ഷൻ, ജൂറി അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന് നൽകിയ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ക്ഷീരപഥത്തിന് പുറത്തുനിന്നും ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അതിൻ്റെ പേരാണ് അമാടെറസു. എന്താണ് പേര്? അമാടെറസു. അപ്പോൾ ഈ അമാടെറസു എന്ന് പറയുന്നത് ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണ് അമാടെറസു എന്ന് പറയുന്നത്. USA യുഡ UTA ആണ് കേട്ടോ. യുഡ എന്ന് പറയുന്ന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഇത് കണ്ടെത്തിയത്. USA യുഡ എന്ന് പറയുന്ന സർവകലാശാലയുടെ ശാസ്ത്രജ്ഞരാണ് ഈ അമാടെറസു എന്ന് പറയുന്ന ഈ കോസ്മിക് കിരണത്തെ കണ്ടെത്തുന്നത്. 1991 കണ്ടെത്തിയിട്ടുള്ള OMG പാർട്ടിക്കിൾ, ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ, അതാണ് OMG പാർട്ടിക്കിൾ എന്ന് പേരിട്ട കോസ്മിക് കിരണമാണ് നാളിതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയത്. അപ്പം നാളിതുവരെ കണ്ടെത്തിയതിൽ വെച്ചും ഏറ്റവും ശക്തിയേറിയിട്ടുള്ള കോസ്മിക് കിരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ ആണ്, OMG പാർട്ടിക്കിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? എവിടത്തെയാണ്? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിലെ ഭരണം 2021 എന്ത് ചെയ്തു? താലിബാൻ വീണ്ടും പിടിച്ചെടുത്തു. അഫ്ഗാനിലെ ഭരണം താലിബാൻ 2021 വീണ്ടും പിടിച്ചെടുത്തതോടുകൂടിയാണ് എംബസിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ, മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണ്? മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് WHC നടന്നത് എവിടെയാ? ബാങ്കോക്കിലാണ് കേട്ടോ. തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ 2014 എവിടെയാണ്? ഡൽഹിയിലായിരുന്നു. 2018 ഷിക്കാഗോയിലുമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2014 ഡൽഹിയിലായിരുന്നു ഈ പറയുന്ന വേൾഡ് ഹിന്ദു കോൺഗ്രസ്. 2018 ഷിക്കാഗോയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ആദ്യമായിട്ട് നടക്കുന്നതാണ് 2014, ദെൻ 2018 മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് ആണ് എവിടെ നടക്കുന്നത്? ബാങ്കോക്കിലാണ് നടന്നത് കേട്ടോ. ബാങ്കോക്കിലാണ് നടന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ ദിനം എന്നാണ്. ഭരണഘടനാ ദിനം നമുക്കറിയാം നവംബർ 26 അല്ലേ? നവംബർ 26 ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തു? ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു. അപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2015 മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 2015 മുതൽ ഭരണഘടനാ ദിനം അറിയപ്പെടുന്ന പേരെന്താണ്? സംവിധാൻ ദിവസ്. സംവിധാൻ ദിവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ദിനമാണ് അറിയപ്പെടുന്നത്. ദേശീയ നിയമ ദിനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദേശീയ നിയമ ദിനം എന്ന പേരിലും അറിയപ്പെടുന്നത് ഭരണഘടനാ ദിനമാണ്. അപ്പം സംവിധാൻ ദിവസ്, ദേശീയ നിയമ ദിനം, ഭരണഘടനാ ദിനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നവംബർ 26 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 1950
ജനുവരി 26 ഭരണഘടന എന്ത് ചെയ്തു, നിലവിൽ വന്നു അല്ലെ. ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഈ ജനുവരി 26 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? അത് റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അല്ലെ. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ദിവസം റിപ്പബ്ലിക് ഡേ ആയിട്ടും ഇവിടെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം ഭരണഘടനാ ദിനവുമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ദുബായിലാണ് കേട്ടോ, UAE-യിലാണ്. 28ാമത് ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? UAE-യിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 2023 നവംബർ 30 മുതൽ ഡിസംബർ 13 വരെയാണ് ഈ പറയുന്ന കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. 2023 നവംബർ 30 മുതൽ ഡിസംബർ 13 വരെ. ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള അന്തിമ ഉടമ്പടി ഈ പറയുന്ന ഉച്ചകോടി അംഗീകരിച്ചിരുന്നു. അപ്പോൾ 28ാമത് കാലാവസ്ഥാ ഉച്ചകോടി എന്തിനുള്ള ഉടമ്പടിയാണ് അംഗീകരിച്ചത്? ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള അന്തിമ ഉടമ്പടിയാണ് ഉച്ചകോടി അംഗീകരിച്ചത്. ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന UN-ന്റെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിയാണിത്. ഓക്കെ, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിന്റെ ഭാവി സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന UN-ന്റെ ആദ്യത്തെ കാലാവസ്ഥാ ഉച്ചകോടിയാണ് 28ാമത് കാലാവസ്ഥാ ഉച്ചകോടി UAE-യിൽ വെച്ച് നടന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള UAE-യുടെ പ്രതിനിധിയും വ്യവസായ സാങ്കേതിക മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ സുൽത്താൻ അൽ ജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഉച്ചകോടിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സുൽത്താൻ അൽ ജാബർ. ഡോക്ടർ സുൽത്താൻ അൽ ജാബർ ആണ് 28ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 27ാമത് ഉച്ചകോടി എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 2022 നവംബറിൽ ഈജിപ്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈജിപ്ത് കേട്ടോ. 27ാമത് കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത് ഈജിപ്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 28ാമത് നടക്കുന്നത് UAE-യിൽ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകൻ ആരാണ്? ഡോക്ടർ M കുഞ്ഞാമനാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം അന്തരിക്കുന്നത്. പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ M കുഞ്ഞാമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ദളിത് ചിന്തകനാണ്, അധ്യാപകനാണ്, അതുപോലെ UGC അംഗവുമാണ്. ദളിത് ചിന്തകനാണ്, അധ്യാപകനാണ്, UGC അംഗവുമായിരുന്നു ആര്? ഡോക്ടർ M കുഞ്ഞാമൻ എന്ന് പറയുന്നത്. അപ്പോൾ 2021 അദ്ദേഹത്തിന് മികച്ച ആത്മകഥയ്ക്കുള്ള എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് എന്ത് ചെയ്തു? നിരസിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്ന് പറയുന്നത് എന്താണ്? എതിരാണ്. എതിര് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം അത് നിരസിച്ചു. അപ്പം അദ്ദേഹം അന്തരിച്ചത് കൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എതിര് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഇക്കോണമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അപ്പം ഡോക്ടർ M കുഞ്ഞാമൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഇക്കോണമി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. കേരളത്തിലെ വികസന പ്രതിസന്ധി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
ഡോക്ടർ എം കുഞ്ഞാമന്റെ 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത ആത്മകഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിരാണ്. ബാക്കിയുള്ള കൃതികൾ ഏതൊക്കെയാണ്? ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഇക്കോണമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവയാണ് മറ്റു കൃതികൾ. അടുത്തത്, പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം എന്ന് പറയുന്നത് ബോയിങ് 787 ഡ്രീം ലൈനർ ആണ് കേട്ടോ. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ദക്ഷിണ ധ്രുവത്തിലെ ട്രോൾ എയർ ഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിൽ ഈ പറയുന്ന വിമാനം ഇറക്കിയത്. എവിടെയാണ് വിമാനം ഇറക്കിയത്? ബ്ലൂ ഐസ് റൺവേ. ബ്ലൂ ഐസ് റൺവേയിലാണ് ഈ പറയുന്ന വിമാനം ഇറക്കി ചരിത്രം സൃഷ്ടിച്ചത്. ഇതോടെ ബോയിങ് വിമാനം കീഴടക്കുന്ന 6ാമത്തെ വൻകരയാണ് അന്റാർട്ടിക്ക. ബോയിങ് വിമാനം കീഴടക്കുന്ന എത്രാമത്തെ വൻകരയായി അന്റാർട്ടിക്ക മാറി? 6ാമത്തെ വൻകരയായിട്ട് അന്റാർട്ടിക്ക മാറി. നോർവേയുടെ ദക്ഷിണ ധ്രുവ പര്യവേക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള 45 ഗവേഷകരും പര്യവേഷണത്തിനുള്ള 12 ടൺ ഉപകരണങ്ങളുമാണ് ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എത്ര ഗവേഷകർ? 45 ഗവേഷകരും 12 ടൺ ഉപകരണങ്ങളുമാണ് ഈ ഒരു ബോയിങ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ആരൊക്കെയാണ്? 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരാണ് എക്ത കപൂറും വീർദാസും. ആരൊക്കെയാണ്? എക്ത കപൂർ, വീർദാസ് എന്നിവരാണ് 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. അപ്പോൾ ടെലിവിഷൻ അതുപോലെ ചലച്ചിത്ര നിർമ്മാതാവാണ് ആര്? എക്ത കപൂർ. എക്ത കപൂർ എന്ന് പറയുന്നത് ടെലിവിഷൻ ചലച്ചിത്ര നിർമ്മാതാവാണ്. ടെലിവിഷൻ അതുപോലെ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള എക്ത കപൂർ. അദ്ദേഹം ഇന്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീർദാസിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് എക്ത കപൂറിന് ലഭിച്ചത് എന്ത് അവാർഡാണ്? ഇന്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡാണ് കേട്ടോ. ഇന്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡ് ലഭിച്ചത് എക്ത കപൂറിനും. വീർദാസിന് എന്താ ലഭിച്ചത്? എമ്മി ഫോർ കോമഡി അവാർഡും. എമ്മി ഫോർ കോമഡി അവാർഡുമാണ് ലഭിച്ചത്. ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതിയാണ് എന്ത്? ഈ എമ്മി അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലഭിച്ച ഇന്ത്യക്കാരാണ് എക്ത കപൂറും വീർദാസും എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? 2024-25 അധ്യയന വർഷം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഒരു നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതാണ് ആ നിയമം? പോക്സോ നിയമം. പോക്സോ ആക്ട് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് പോക്സോ? പോക്സോ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നുള്ളതാണ് പൂർണ്ണ രൂപം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നുള്ളതാണ് പോക്സോ ആക്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ ആണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത് ആരാണ്? സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ, അതായത് SCRT. SCRT ആണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഉറപ്പ് ഹൈക്കോടതിയിൽ നൽകിയത്. SCRT ആണ്. അടുത്ത വർഷം 1, 3, 5, 6, 7, 9 ക്ലാസ്സുകളിലും അതുപോലെ 2025-26 വർഷങ്ങളിൽ മറ്റു ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തും. അപ്പോൾ 2024-25 വർഷങ്ങളിൽ ഏതൊക്കെ ക്ലാസ്സിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്? 1, 3, 5, 6, 7, 9 ക്ലാസ്സുകളിലാണ് 2024-25 വർഷത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 25-26 വർഷങ്ങളിൽ മറ്റുള്ള ക്ലാസ്സുകളിലും കൂടെ ഇത് ഉൾപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിന്റെ 52 വർഷത്തെ ചരിത്രത്തിൽ വിരാട് കോഹ്ലി 50 സെഞ്ചുറി തികച്ചു.
എന്ന് എവിടെ വെച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്? 52 വർഷത്തെ ചരിത്രത്തിൽ 50 സെഞ്ചുറി തികച്ചത് വിരാട് കോഹ്ലിയാണ്. എന്നാണ് ഇത് തികച്ചത്? എവിടെ വെച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്? എവിടെ വെച്ചാ? 2023 നവംബർ 15. എന്ന് എന്നുള്ള ഉത്തരം എന്താണ്? 2023 നവംബർ 15 ഈ റെക്കോർഡ് ലഭിക്കുന്നത്. എവിടെ വെച്ചാ ലഭിച്ചത്? മുംബൈയിലെ വാങ്ഖഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച്. മുംബൈയിലെ വാങ്ഖഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് 2023 നവംബർ 15 50 സെഞ്ചുറി ആര് തികയ്ക്കുന്നത്? വിരാട് കോഹ്ലി തികയ്ക്കുന്നത്. അപ്പൊ ന്യൂസിലാൻഡിനെതിരെയുള്ള ലോകകപ്പ് സെമി ഫൈനലിലാണ് അദ്ദേഹം 106 പന്തുകളിൽ 8 4ഉം അതുപോലെ തന്നെ എത്ര 6? ഒരു 6ഉം. ഓക്കെ, 8 4ഉം ഒരു 6ഉം അടക്കം വിരാട് കോഹ്ലി എന്ത് ചെയ്തു? സെഞ്ചുറി തികയ്ക്കുകയാണ് ചെയ്തത്. 106 പന്തുകളിൽ 8 4ഉം ഒരു 6ഉം അടക്കം വിരാട് കോഹ്ലി സെഞ്ചുറി തികച്ചത് എവിടെ? ആരിനെതിരെയുള്ളതാണ്? ന്യൂസിലാൻഡിനെതിരെയുള്ള ലോകകപ്പ് സെമി ഫൈനലിലാണ് സെഞ്ചുറി തികയ്ക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് അദ്ദേഹം മറികടന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എത്ര സെഞ്ചുറി ആയിരുന്നു? 49 സെഞ്ചുറി ആയിരുന്നു. അത് മറികടന്ന് 50 സെഞ്ചുറി ആയിട്ട് വിരാട് കോഹ്ലി ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം, ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറി നേടിയ താരം. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറി നേടിയ താരമാണ് ഗ്ലെൻ മാക്സ്വെൽ ഓസ്ട്രേലിയക്കാരനാണ് കേട്ടോ. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറി നേടിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ്, ഓസ്ട്രേലിയ. അപ്പൊ നെതർലൻഡ്സിനെതിരെ 40 പന്തിൽ നിന്നും 9 4ഉം അതുപോലെ 8 6ഉം അടക്കം 106 റൺസാണ് നേടുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ടൈംഡ് ഔട്ടായി ആദ്യമായി പുറത്തായത് ശ്രീലങ്കയുടെ ആരാണ്? ഏഞ്ചലോ മാത്യൂസ് ആണ് കേട്ടോ. ഏഞ്ചലോ മാത്യൂസ്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടൈംഡ് ഔട്ടായിട്ട് ഒരാൾ പുറത്താവുന്നത്. അതാരാണ്? ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ആണ് പുറത്താവുന്നത്. പുതുതായി എത്തുന്ന ബാറ്റർ 2 മിനിറ്റിനകം ആദ്യ പന്ത് നേരിടണം എന്നുള്ളതാണ്. ഇതിന് കഴിയാതെ വന്നതോട് കൂടിയിട്ടാണ് ഏഞ്ചലോ ടൈംഡ് ഔട്ട് ആയിട്ട് പുറത്താവുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പുതുതായി വരുന്ന ബാറ്റർ എന്ത് ചെയ്യണം? 2 മിനിറ്റിനകം ആദ്യത്തെ പന്ത് നേരിടണം. അതിന് പറ്റാതെ വന്നതുകൊണ്ടാണ് ഏഞ്ചലോ മാത്യൂസ് എന്ത് ചെയ്യുന്നത്? ടൈംഡ് ഔട്ട് ആയിട്ട് പുറത്താവുന്നത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പലാണ് ഷെൻഹുവ 15. എന്താണ് കപ്പലിന്റെ പേര്? ഷെൻഹുവ 15 എന്നുള്ളതാണ്. അപ്പൊ തുറമുഖത്തേക്കുള്ള ക്രെയിനുകളുമായി ചൈനയിലെ സൈഡ് MPS കമ്പനിയുടെ കപ്പലാണ് എത്തിയത്. തുറമുഖത്തേക്കുള്ള ക്രെയിനുകളുമായിട്ട് ചൈനയിലെ സെഡ് MPS എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പലാണ് എത്തിയത്. 2015 7,700 കോടി രൂപയുടെ പൊതു സ്വകാര്യ പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിന് അദാനി ഗ്രൂപ്പുമായിട്ട് കരാർ ഒപ്പുവെക്കുന്നത്. എപ്പോഴാണ്? 2015 ഒപ്പുവെക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 18 കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 18 കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളായിട്ടുള്ള മദർഷിപ്പുകൾ അടുപ്പിക്കാൻ കഴിയുന്ന വിധം ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് ഈ പറയുന്ന തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഷെൻഹുവ 15 എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഏത് സേനയുടെ പതാകയാണ് അടുത്തിടെ പുതുക്കിയത്? ഏത് സേനയുടെ പതാകയാ പുതുക്കിയേ? വ്യോമസേന. വ്യോമസേനയുടെ പതാക ഈ അടുത്തിടെ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാണ് ഇത് പുതുക്കിയത്? പുതിയ പതാക അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 2023 ഒക്ടോബർ 8 എവിടെ വെച്ച്? യു പിയിലെ പ്രയാഗ്രാജിൽ നടന്നിട്ടുള്ള 91-ാം വ്യോമസേനാ ദിനാഘോഷം. 91-ാം വ്യോമസേനാ ദിനാഘോഷം. അപ്പോൾ ആ ഒരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ വ്യോമസേനാ ദിനാഘോഷ ചടങ്ങിൽ വച്ച് വ്യോമസേനാ മേധാവി ആരാ? VR ചൗധരി. വ്യോമസേനാ മേധാവിയായ VR ചൗധരിയാണ് പുതിയ പതാക അവതരിപ്പിക്കുന്നത്. 2023 ഒക്ടോബർ 8 യു പിയിലെ പ്രയാഗ്രാജിൽ വച്ച്
91 വ്യോമസേനാ ദിനാഘോഷത്തിന്റെ ദിവസമാണ് VR ചൗധരി പുതിയ പതാക അവതരിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ പതാക ഒരുക്കുന്നത് 72 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ പതാക കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയ പതാകയുടെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? അശോക സ്തംഭവും ഹിമാലയൻ പരുന്തും. അശോക സ്തംഭവും ഹിമാലയൻ പരുന്തും ഉൾപ്പെട്ടിട്ടുള്ള ചിഹ്നമാണ് പുതിയ പതാകയുടെ, വ്യോമസേനയുടെ പുതിയ പതാകയിൽ കാണപ്പെടുന്നത്. 2022 നാവികസേനയുടെ പതാകയും പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, നൊബേൽ സമ്മാനത്തിന്റെ 2016 വിക്ഷേപിക്കപ്പെട്ട നാസയുടെ ചിഹ്നഗ്രഹ ദൗത്യം 2023 സെപ്റ്റംബർ 24 തിരിച്ചെത്തി. ദൗത്യത്തിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. 2016 വിക്ഷേപിക്കപ്പെട്ട നാസയുടെ ചിഹ്നഗ്രഹ ദൗത്യം 2023 സെപ്റ്റംബർ 24 തിരിച്ചെത്തി. അതിന്റെ പേരാണ് ഒസിരിസ് റെക്സ് കേട്ടോ. ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത് എന്താണ്? ചിഹ്നഗ്രഹമാണ്. ചിഹ്നഗ്രഹം ആരുടെ ചിഹ്നഗ്രഹമാണ്? നാസയുടെ ചിഹ്നഗ്രഹമാണ്. എപ്പോഴാണ് വിക്ഷേപിക്കപ്പെട്ടത്? 2016 വിക്ഷേപിക്കപ്പെട്ടത്. എപ്പോഴാണ് അത് തിരിച്ചെത്തിയത്? 2023 സെപ്റ്റംബർ 24 തിരിച്ചെത്തുന്നത്. ഏതാണ്? ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്നും 8 കോടി കിലോമീറ്റർ അകലെയുള്ള ചിഹ്നഗ്രഹമായിട്ടുള്ള ബെന്നു, എന്താണ്? ബെന്നു 8 കോടി, ഭൂമിയിൽ നിന്നും 8 കോടി കിലോമീറ്റർ അകലെയുള്ള ചിഹ്നഗ്രഹമായിട്ടുള്ള ബെന്നുവിൽ നിന്നുള്ള മണലുമായിട്ട് US-ലെ യുഡാ മരുഭൂമിയിലാണ് പേടകം ഇറങ്ങിയത് കേട്ടോ. അപ്പൊ ബെന്നുവിൽ നിന്നുമുള്ള മണലുമായിട്ട് എവിടെ? US-ലെ യുഡാ എന്ന് പറയുന്ന മരുഭൂമിയിലാണ് പേടകം ഇറങ്ങിയത്. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ രൂപവൽക്കരണം, അതുപോലെ ഭൂമിക്ക് ഭീഷണിയാകാനിടയുള്ള ചിഹ്നഗ്രഹങ്ങൾ, സൗരയൂഥത്തിന്റെ ഉത്ഭവം എന്നിവയെക്കുറിച്ച് ഈ മണൽ ഉപയോഗിച്ചുള്ള പഠനത്തിലൂടെ അറിയാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാസ. അപ്പോൾ നാസയുടെ ചിഹ്നഗ്രഹ ദൗത്യമാണ് ഏത്? ഈ പറയുന്ന ഒസിരിസ് എന്ന് പറയുന്ന ഒസിരിസ് റെക്സ് എന്ന് പറയുന്ന ചിഹ്നഗ്രഹം നാസയുടേതാണ്. അപ്പൊ അതിൽ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ രൂപവൽക്കരണവും, ഭൂമിക്ക് ഭീഷണിയാകാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളും, സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുമെല്ലാം പഠിക്കാനാകും എന്നുള്ളതാണ് നാസയുടെ പ്രതീക്ഷ. അപ്പൊ ഈ ഒസിരിസ് റെക്സ് ചിഹ്നഗ്രഹത്തിൽ എത്തിയത് എപ്പോഴാണ്? 2020 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നൊബേൽ സമ്മാനത്തിന്റെ ഹാസ്യ പതിപ്പ് എന്നറിയപ്പെടുന്ന 2023 ഇഗ് നൊബേൽ സമ്മാനം ഏതെല്ലാം രാജ്യങ്ങളിലെ ഗവേഷകർക്കാണ് ലഭിച്ചത്? നൊബേൽ സമ്മാനത്തിന്റെ ഹാസ്യ പതിപ്പ് എന്നറിയപ്പെടുന്ന 2023 ഇഗ് നൊബേൽ സമ്മാനം ഏതെല്ലാം രാജ്യങ്ങളിലെ ഗവേഷകർക്കാണ് ലഭിച്ചത്? ഇന്ത്യ, ചൈന, മലേഷ്യ, US. ഇന്ത്യ, ചൈന, മലേഷ്യ, US എന്നീ രാജ്യങ്ങളിലെ ഗവേഷകർക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് ഇഗ് നൊബേൽ എന്ന് പറയുന്നത്? ഇഗ് നൊബേൽ ലഭിച്ചിട്ടുള്ളത് ഇന്ത്യ, ചൈന, മലേഷ്യ, US-നാണ്. അപ്പൊ ഈ ഒരു പുരസ്കാരം എന്തിനാണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ചിരിപ്പിക്കുകയും പിന്നീട് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കണ്ടെത്തലുകൾ. ആദ്യം ചിരിപ്പിക്കുകയും പിന്നീട് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കണ്ടെത്തലുകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മദ്രാസ് IIT-യിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അനൂപ് രാജപ്പനാണ് പുരസ്കാരം നേടിയ ഗവേഷക സംഘത്തിലെ ഏക ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഗവേഷക സംഘത്തിലെ ഏക ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? ഇഗ് നൊബേലിലെ ആകെയുള്ള ഇന്ത്യക്കാരനാണ് അനൂപ് രാജപ്പൻ എന്ന് പറയുന്നത്. മദ്രാസ് IIT-യിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ആളാണ് അനൂപ് രാജപ്പൻ. ഏക ഇന്ത്യക്കാരനാണ് ഇഗ് നൊബേൽ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ US-ലെ കേംബ്രിഡ്ജിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര ആക്ഷേപ ഹാസ്യ മാസികയായിട്ടുള്ള ആനൽസ് ഓഫ് ഇംപ്രോബബിൾ റിസർച്ച് ആണ് 1991 മുതൽ ഈ പുരസ്കാരം നൽകുന്നത്. അപ്പൊ ഇഗ് നൊബേൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? ആനൽസ് ഓഫ് ഇംപ്രോബബിൾ റിസർച്ച്
റിസർച്ച് എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്, ഇഗ് നൊബേൽ സമ്മാനം നൽകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി എവിടെയായിരുന്നു? കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി എവിടെയായിരുന്നു? എവിടെയാണ്? കൊച്ചിയിലായിരുന്നു അതിന്റെ വേദി എന്ന് പറയുന്നത്. അപ്പൊ അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന കലാവിദ്യയുടെ ഉത്സവം എവിടെയാണ്? കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ 2023 ഒക്ടോബർ 2 മുതൽ 5 വരെയാണ് നടന്നത്. 2023 ഒക്ടോബർ 2 മുതൽ 5 വരെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിലാണ് നടന്നത്. ലോകത്തെ വിവിധ ഭാഷകളിലുള്ള 150ഓളം കാലിഗ്രഫി രചനകളുടെ പ്രദർശനവും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? കൊച്ചിയിലാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ആ പ്ലേലിസ്റ്റിലുള്ള മുഴുവൻ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്